നല്ല ഏരിയ ഒന്നല്ല, ഇച്ചിരി ക്രൈമൊക്കെ കൂടിയ ഏരിയ ആണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മൈക്കിൾ ജാക്സൻ്റെ വീട്ടിലെത്തി. മൈക്കിൾ ജാക്സൻ്റെ വീടെന്ന് പറഞ്ഞാൽ ജനിച്ചു വളർന്ന വീട് കേട്ടോ. മൈക്കിൾ ജാക്സൻ്റെ വീടാണ് ഈ കാണുന്നത്. മൈക്കിൾ ജാക്സൻ്റെ ഫാദറും മദറുമായ ജോസഫ് ആൻഡ് കാതറിൻ ദമ്പതിമാർ 1950 ഈ വീട് വാങ്ങണത്. ഇത് 700 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ളൊരു കൊച്ചു വീടാണ്. അന്നത്തെ കാലത്ത് ഏകദേശം $8,500 ഈ വീട് വാങ്ങിച്ചത് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് വീടും ഇപ്പോൾ ഇവരുടെ ഫാമിലിയുടെ കയ്യിൽ തന്നെയാണ്. ഇത് വേറൊരു ഫാമിലി ആയിരുന്നു. അവർ ഈ തൊട്ടടുത്ത വീടും കൂടി വാങ്ങിക്കാനുള്ളൊരു കാരണം ഇത് അവർക്ക് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഈ രണ്ട് വീടും അവർ വാങ്ങിച്ചത്. കാരണം തൊട്ടടുത്തൊരു വേറൊരു ഫാമിലി വന്നാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി. ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് പിള്ളേരുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഒത്തിരി ആളിവിടെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളിവിടെ വന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഒത്തിരി താഴുകൾ, ഇത് ഒരു താഴൊന്നുമല്ല, 1 2 3 4 5 6 താഴ് വെച്ചാണ് ഇത് പൂട്ടിയേക്കണേ. ഇത് കണ്ടോ ഈ സാധനം, ഇത് ശരിക്കും പറഞ്ഞാൽ എനർജി സോഴ്സിന്റെ ലോക്കൗട്ട് ആണ്. അപ്പോൾ ഇത് ഇയാള് മീൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു എനർജി ആയിരുന്നല്ലോ, അതിപ്പോ ലോക്ക്ഡ് ഔട്ട് ആയിട്ട് വെച്ചായിരിക്കാണ് കഴിഞ്ഞു. All right then. What do y'all want me to say? Do you know why they lock this locks? What is meaning? You know, I don't know what the locks mean. I'm just assuming that they daddy probably locked them out sometimes they get bad. I don't know. I'm just being funny. This is my first time here, but anywho, I don't know. Okay. Hello. You like Michael Jackson? Yes. You like Michael Jackson? Bye everybody. Beat it. You wanna? All right. Here. I should pack my car. I thought you said you could give me a gun. Hello, YouTube people. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, എല്ലാവരും മാസ്കൊക്കെ ഉപേക്ഷിച്ചു. കാരണം മാസ്ക് പ്രത്യേകിച്ച് ഷിക്കാഗോയിൽ വളരെ അപൂർവം പേരാണ് മാസ്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ഷിക്കാഗോയിൽ നിന്ന് മാത്രമല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി പല സ്ഥലത്തും കയറിയായിരുന്നു. മാസ്ക് ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്, എല്ലാവരും മാസ്ക് ഊരി. ഈ ഏരിയ അത്ര നല്ല ഏരിയ ഒന്നല്ല, ഇച്ചിരി ക്രൈമൊക്കെ കൂടിയ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വീടുകളൊക്കെ വളരെ മോശം വീടുകളാണ്, നല്ല വീടുകളല്ല. ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും വളരെ പിന്നിലാണ്. മൈക്കിൾ ജാക്സൻ്റെ വീട് ഇത് ഇൻഡ്യാന എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഗ്യാരി എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഈ റോഡ് തന്നെ നിങ്ങളിത് മുകളിലേക്ക് നോക്കിയാൽ കാണാം. ഇത് ജാക്സൺ ഫാമിലിയുടെ പേരാണ് ഒരു സ്ട്രീറ്റിന് ഇട്ടേക്കുന്നത്. ക്രോസ് സ്ട്രീറ്റിന് ജാക്സൺ സ്ട്രീറ്റ്, അതായത് 2300 ജാക്സൺ സ്ട്രീറ്റ് പേരിട്ടേക്കണത്. ഇത് മൈക്കിൾ ജാക്സൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അവർ ഒരു മാൻ്റെ, അതുപോലെ ഒരു പട്ടീനെ തലോടുന്ന ഒരു ചെറിയൊരു പ്രതിമ, പിന്നെ ചെയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ മൈക്കിൾ ജാക്സൻ്റെ ആരാധകർ വന്നിട്ട് അവരുടെ സ്നേഹം ഇതുപോലുള്ള പേപ്പറുകളിൽ അല്ലെങ്കിൽ ഇതെന്ന് തോന്നണോ 2021 മെയ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എഴുതാനുള്ള അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പല രീതിയിലും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ തുണിയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്, റിബണൊക്കെ. അത് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലാവണില്ല. അതുകൊണ്ട് ഇവിടെ മിക്കവാറും ഈ ഗേറ്റുമ്പോൾ മിക്ക സ്ഥലത്തും ഇതുപോലെ താഴെ ഇവിടെ ലോക്ക് ചെയ്തുകൊണ്ട് താഴെ ഇങ്ങനെ ഇട്ടേക്കണ കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പ്രശസ്തമായ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാം. അതായത് കപ്പിൾസ് അവരുടെ സ്നേഹം ആയുഷ്കാലം വരെ നിലനിൽക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അവർ രണ്ടുപേരും കൂടി വന്ന് ഈ താഴെ ലോക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കീ എറിഞ്ഞു കളയുന്നൊരു സംഭവമുണ്ട്. ഇവിടെ അമേരിക്കയിൽ പ്രശസ്തമായ പല സ്ഥലങ്ങളിലും അത് കാണാം. ഇവിടെ ഇവർ ചെയ്തേക്കണത്, എനിക്ക് തോന്നണതാണ്ടോ, ഇവർ ചെയ്തേക്കണത് മൈക്കിൾ ജാക്സനോടുള്ള സ്നേഹം അവരിവിടെ വന്ന് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ കീ എറിഞ്ഞു കളയും. അങ്ങനെ ഇവിടെ പല സ്ഥലത്തും അവർ ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ സ്നേഹം ആയുഷ്കാലം വരെ നിലനിൽക്കണം എന്ന് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നു. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കേട്ട് വരുന്ന ഒരു പരിപാടി മാത്രമല്ല ഇത്. മൈക്കിൾ ജാക്സൺ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അല്ല, നമ്മുടെ നാട്ടില് ഒരു ഇംഗ്ലീഷ് സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൾ ജാക്സൺ ആണല്ലോ, അല്ലാണ്ട് വേറെ ആരറിയാ? അതെ, നമ്മുടെ പ്രായത്തിലൊക്കെ കുറെ പേര് അറിയുന്നവരുണ്ടാവും, പക്ഷെ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയുന്ന ഒരു പേര് അതങ്ങനെയാണ്. നമ്മളൊക്കെ 90s കിഡ്സിനൊക്കെ മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ വലിയ കാര്യമായിരുന്നു. ആളുടെ ജനിച്ചു വളർന്ന വീടൊക്കെ ഒന്ന് കാണാൻ പറ്റിയൊരു വലിയ സന്തോഷമുണ്ട് നേരിട്ട് കാണാൻ പറ്റിയതിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം ഉറപ്പായി, ഇവിടെയുള്ള ആളുകൾ മാസ്കൊക്കെ ഉപേക്ഷിച്ചു. കാരണം ഇവിടെ വരുന്ന ഒരാൾക്കും, നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഒരാൾക്കും മാസ്ക് എന്ന ഒരു സംഭവം ഇല്ല. ഇവിടെ തന്നെ ഒരു സ്ട്രീറ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച കംപ്ലീറ്റ് വീടുകളും ഒരാളും താമസിക്കാനില്ലാതെ, അതായത് ഈ കാണുന്ന വീടുകൾ സഹിച്ചാൽ കാണാം കംപ്ലീറ്റ് മരങ്ങൾ പിടിച്ചിടുന്നതിൻ്റെ ഉള്ളിൽ വീടുകളാണ്. അതുകൊണ്ടോ എല്ലാം പൊളിഞ്ഞു കിടക്കാണ്. അതുപോലെ ഈ വീട് നോക്കി, എല്ലാം നിശേഷം നശിച്ചു കഴിഞ്ഞു. ഇത് രണ്ട് സൈഡ് തന്നെയാണ് അവസ്ഥ. അത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഏരിയയിൽ, പക്ഷെ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവണം. അതായത് ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് തന്നെ അവസ്ഥ. ഇതുണ്ടോ, ഈ വീട് ഇതുപോലെ തന്നെ അടച്ചു പൂട്ടി എല്ലാം നശിച്ചുകൊണ്ടിരിക്കണം. മൈക്കിൾ ജാക്സന്റെ വീടും അതുപോലെ തന്നെ ആ ഏരിയയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അമേരിക്കയിലെ വ്യത്യസ്തമായ വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം.